നമസ്കാരം. KMCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഉപേക്ഷിക്കുവാനുള്ള സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് വള്ളംകളി സംരക്ഷണ സമിതി. നെഹ്റു ട്രോഫി ജലമേളയുടെ തീയതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വള്ളങ്ങൾക്കുള്ള ബോണസ് തുകയുടെ 50% അടിയന്തരമായി അനുവദിക്കണമെന്നും സമിതി ഭാരവാഹികൾ. മുതിർന്ന കോൺഗ്രസ് നേതാവ് മേഴ്സി രവി ഓർമ്മയായിട്ട് 15 വർഷം പിന്നിടുന്നു. വ്യാഴാഴ്ച വയലാർ ദേവകി കൃഷ്ണൻ ഭവനിൽ അനുസ്മരണ സമ്മേളനം നടക്കും. ചേർത്തലയിൽ തെരുവ് നായ ശല്യം രൂക്ഷമാകുന്നു. നായ റോഡിന് കുറുകെ ചാടി അപകടമുണ്ടാവുന്നത് നിത്യസംഭവം. പെൻഷൻ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യം. KSSPAയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഉപേക്ഷിക്കുവാനുള്ള സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് വള്ളംകളി സംരക്ഷണ സമിതി. നെഹ്റു ട്രോഫി ജലമേളയുടെ തീയതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വള്ളങ്ങൾക്കുള്ള ബോണസ് തുകയുടെ 50% അടിയന്തരമായി അനുവദിക്കണമെന്നും സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അനിശ്ചിതകാലമായി തുടർന്നു വരുന്ന ഒരു പ്രതിസന്ധി, അതായത് നെഹ്റു ട്രോഫി ജലമേള ഓഗസ്റ്റ് മാസം 10-ാം തീയതി നടക്കാനിരുന്ന നെഹ്റു ട്രോഫി ജലമേള വയനാട് ദുരന്തത്തെ തുടർന്ന് മാറ്റിവെക്കുകയും പിന്നീട് നെഹ്റു ട്രോഫി ജലമേള ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മളുടെ സർക്കാർ സംവിധാനങ്ങൾ പോകുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് നമുക്ക് നെഹ്റു ട്രോഫി ജലമേള നടക്കത്തില്ലെന്ന് പൂർണ്ണമായിട്ടും ഉറപ്പായ സാഹചര്യത്തിലാണ് വള്ളംകളി പ്രേമികളും കുട്ടനാട്ടിലെ വള്ളംകളി കൂട്ടായ്മകളും ബോട്ട് ക്ലബ്ബുകളും അതേപോലെ ചുണ്ടൻവള്ള സമിതികളെല്ലാം ഒരു വലിയൊരു പ്രതിഷേധത്തിലേക്കും ക്യാമ്പയിനുകളൊക്കെ നടത്തി മുമ്പോട്ട് പോയത്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യാനായിട്ട് നമ്മൾ രൂപീകരിച്ച ഒരു സംഘടനയാണ്, ഒരു കൂട്ടായ്മയാണ് വള്ളംകളി സംരക്ഷണ സമിതി. കാരണം നമുക്കറിയാം, വള്ളംകളി രംഗത്ത് വിവിധ സംഘടനകളുണ്ട്, വിവിധ കൂട്ടായ്മകളുണ്ട്. അപ്പം നമ്മളുടെ സ്വരമായി, അതായത് നെഹ്റു ട്രോഫി ജലമേള നടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നെഹ്റു ട്രോഫി ജലമേള നടത്തുവാനായിട്ട് വള്ളംകളി പ്രേമികളുടെ ശബ്ദം നമ്മളുടെ സർക്കാർ തലങ്ങളിലേക്കും അതേപോലെ തന്നെ അധികാരികളിലേക്കും എത്തിക്കുവാനായിട്ട് നമ്മൾ ഈ നാട്ടിലുള്ള ആലപ്പുഴയിലും അതേപോലെ എറണാകുളത്തും കുമരകത്തും CBL മത്സരങ്ങൾ ലക്ഷ്യമിട്ടാണ് വിവിധ ക്ലബ്ബുകളും ചുണ്ടൻ വള്ളങ്ങളും വൻ തുക മുടക്കി പ്രൊഫഷണൽ കായിക താരങ്ങൾ അടക്കമുള്ളവരെ കളത്തിലിറക്കിയതെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. പിരിച്ചുവിട്ട ക്യാമ്പുകൾ പുനഃക്രമീകരിച്ച് ട്രയൽ നടത്താൻ ഇനിയും വൻ തുക കണ്ടെത്തണം. ആദ്യഘട്ട പരിശീലനം പലരും പൂർത്തിയാക്കിയത് കടബാധ്യതയിലാണ്. അതിൽ നിന്ന് രക്ഷ തേടാൻ CBL മത്സരങ്ങൾ അനിവാര്യമാണ്. CBL ഇല്ലാതായതോടെ പ്രാദേശികമായി നടത്തിയിരുന്ന കരുവാറ്റ, കല്ലട, പുളിങ്കുന്ന് ജലോത്സവങ്ങളും മുടങ്ങുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചെറുവള്ളങ്ങൾ മാത്രം അണിനിരക്കുന്ന ബേപ്പൂർ വള്ളം കളിക്ക് 2,45 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ച സാഹചര്യത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച തുകയിൽ നിന്ന് 50% ബോണസ് നേരത്തെ നൽകണം. ട്രയൽ വീണ്ടും തുടങ്ങാൻ പ്രൊഫഷണൽ കായിക താരങ്ങളെ തിരികെ വിളിക്കാൻ കഴിയാത്ത രീതിയിൽ പല ക്ലബ്ബുകളും സാമ്പത്തിക ഞെരുക്കത്തിലാണ്. തുഴച്ചിൽക്കാരായ 400ഓളം കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്നതാണ് ജലോത്സവം. വള്ളസമിതിയും ക്ലബ്ബുകാരും 50 ലക്ഷം മുതൽ 70 ലക്ഷം വരെ ഇതിനകം ചിലവഴിച്ചിട്ടുണ്ട്. ഓണക്കാലത്ത് നടക്കുന്ന നീരേറ്റുപുറം, പായിപ്പാട് ജലോത്സവങ്ങൾ പരിശീലനത്തിന് കൂടുതൽ സഹായകരമാകും. അടുത്ത വർഷം മുതൽ ആഗസ്റ്റ് 2-ാം ശനിയാഴ്ച മാറ്റി നെഹ്റു ട്രോഫി വള്ളംകളി സെപ്റ്റംബറിൽ നടത്തണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാവ് മേഴ്സി രവി ഓർമ്മയായിട്ട് 15 വർഷം പിന്നിടുന്നു. വ്യാഴാഴ്ച വയലാർ ദേവകി കൃഷ്ണൻ ഭവനിൽ അനുസ്മരണ സമ്മേളനം നടക്കും. മേഴ്സിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല മലയാള മനോരമയിലും അതുപോലെ തന്നെ കൗമുദിയിലും മാതൃഭൂമിയിലൊക്കെ കോളമിസ്റ്റ് എന്ന ആ ഒരു വളരെ പ്രശസ്തമായ രീതിയിൽ കേരളത്തിലെ എല്ലാ ജനങ്ങളും, വായനക്കാരായ എല്ലാ ജനങ്ങളും അറിയുന്ന ഒരു സാഹിത്യകാരിയും അതുപോലെ തന്നെ സ്വന്തമായി 2 പുസ്തകം പ്രകാശനം ചെയ്ത, സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീപക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന രീതിയിലുള്ളൊരു പുസ്തകമായിരുന്നു ഒരെണ്ണം, പാരലി ഓമനയും. അതുപോലെ തന്നെ വ്യാഴാഴ്ച രാവിലെ 10-ന് പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടക്കുന്ന അനുസ്മരണ സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്തർ MP അധ്യക്ഷത വഹിക്കും. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബബിത ജെയിൻ സ്വാഗതം പറയും.
DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ്, അഡ്വക്കേറ്റ് എം ലിജു, ഷാനിമോൾ ഉസ്മാൻ, എ ഷുക്കൂർ, CK ഷാജി മോഹൻ, ബി ബൈജു, എസ് ശരത്, KD രാജേന്ദ്ര പ്രസാദ്, VN അജയൻ തുടങ്ങിയവരും പങ്കെടുക്കും. ചേർത്തല നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. തെരുവുനായ റോഡിന് കുറുകെ ചാടി അപകടമുണ്ടാക്കുന്നത് നിത്യസംഭവം. ചേർത്തല നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ തെരുവുനായ ശല്യം വർദ്ധിക്കുന്നു. പ്രധാന ജംഗ്ഷനുകളിലെല്ലാം നായ്ക്കൾ ഇടം പിടിച്ചിരിക്കുകയാണ്. അലക്ഷ്യമായി വലിച്ചെറിയുന്ന മാലിന്യങ്ങളാണ് നായ്ക്കളുടെ ഭക്ഷണം. അതുകൊണ്ട് മാലിന്യ സംസ്കരണം ഇതിനൊരു പ്രധാന പ്രതിവിധി കൂടിയാണ്. നായ്ക്കൾ വാഹനത്തിന് കുറുകെ ചാടി ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാവുകയാണ്. വിനായക ചതുർത്ഥിക്കൊരുങ്ങി ക്ഷേത്രങ്ങൾ. ചേർത്തല കണ്ടമംഗലം ക്ഷേത്രത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. വിനായക ചതുർത്ഥി മഹോത്സവം കൊണ്ടാടുന്ന സെപ്റ്റംബർ 7-ന് 1008 നാളികേരത്താൽ അഷ്ടദ്രവ്യ സമേതം നടക്കുന്ന വിശേഷാൽ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും വിദ്യാർത്ഥികൾക്കായുള്ള വിദ്യാമന്ത്ര പുഷ്പാഞ്ജലിയും തൂലികാ പൂജയും ഭക്തജനങ്ങൾക്ക് ദർശനപുണ്യം പകരും. രാവിലെ 5:30-ന് ഗുരുപൂജയുടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. 6-ന് ഭദ്രദീപ പ്രകാശനവും ഹോമകുണ്ടത്തിൽ അഗ്നിപകരലും സലിം വലിയ വീട്ടിൽ നിർവഹിക്കും. 6:15-ന് വിശേഷാൽ മഹാഗണപതി ഹോമം നടക്കും. 8-ന് ഗജപൂജയും ആനയൂട്ടും 8:30 മുതൽ വിദ്യാമന്ത്ര പുഷ്പാഞ്ജലിയും തൂലികാ പൂജയും നടക്കും. ഉച്ചയ്ക്ക് മഹാ അന്നദാനവും ഉണ്ടാകും. വിശേഷാൽ മഹാഗണപതി ഹോമത്തിന്റെ വഴിപാട് കൂപ്പൺ വിതരണം ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ SNDP യൂണിയൻ ചേർത്തല മേഖലാ ചെയർമാൻ KP നടരാജൻ ഉദ്ഘാടനം ചെയ്തു. സുരേഷ് മാമ്പറമ്പിൽ ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി. ദേവസ്വം പ്രസിഡന്റ് അനിൽകുമാർ 5-ാം തറ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാധാകൃഷ്ണൻ തേറാത്ത്, വൈസ് പ്രസിഡന്റ് തിലകൻ കൈലാസം, ഖജാൻജി PA ബിനു, സ്കൂൾ മാനേജർ KP ആഘോഷ് കുമാർ ഉൾപ്പെടെ നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. വാരനാട് ദേവീക്ഷേത്രത്തിലും വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ ശനിയാഴ്ച നടക്കും. പുലർച്ചെ 5 മണിക്ക് 1008 നാളികേരത്താൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ തുടങ്ങും. ക്ഷേത്രം തന്ത്രി കടിയക്കോൽമന കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിലുള്ള നഗര സൗന്ദര്യവൽക്കരണ പദ്ധതികൾ പുരോഗമിക്കുന്നു. അവസാനഘട്ടത്തിലൊരുക്കുന്ന പൂന്തോട്ടം നഗര സൗന്ദര്യത്തിന് മാറ്റുകൂട്ടും. ചേർത്തല നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. കാണകൾ വൃത്തിയാക്കി ഗ്രില്ലുകളിട്ട് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയാണ് പ്രവൃത്തികൾ നടക്കുന്നത്. ഇതിനായി 4 കോടി രൂപ അനുവദിച്ചതായി ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ പറഞ്ഞു. നമ്മുടെ ചേർത്തല നഗരസഭയെ അല്ലെങ്കിൽ ചേർത്തല നഗരത്തിൻ്റെ പ്രദേശത്ത് സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് കുറേ നാളുകളായി നമ്മളിതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയുമായിട്ട് നമ്മളൊരു കൂടിക്കാഴ്ച നടത്തുകയും മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ നമ്മൾക്ക് 4 കോടി രൂപ സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് ഇപ്പം നമ്മൾ നമ്മുടെ റോഡിൻ്റെ സൈഡുകളിലെല്ലാം ഇത് കെട്ടിക്കൊണ്ടും കാന കെട്ടിക്കൊണ്ടും അതുപോലെ തന്നെ ഗ്രില്ലിട്ടുകൊണ്ടും അതിനേക്കാൾ ഉപരി ടൈൽസുകളെല്ലാം നിരത്തിക്കൊണ്ടുമാണ് ഇത് സൗന്ദര്യവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ജനങ്ങളുടെ സേഫ്റ്റിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ ആ കാന നിർമ്മാണവും അതേപോലെ തന്നെ ഈ ഗ്രില്ലുകൾ വയ്ക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഗ്രില്ലുകൾ വെച്ചിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ കൂടി പറയുമ്പോഴത്തേക്കും നമ്മൾ പല പ്രദേശങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്കും കാണുന്നതായിട്ടുള്ള ഒരു കാര്യം കണ്ണിന് കുളിർമയേകുന്നതായിട്ടുള്ള രീതികളിൽ കൂടിയുള്ള സൗന്ദര്യവൽക്കരണമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചേർത്തല നഗരസഭയുടെ വാതിക്കയിൽ തന്നെ ഒട്ടനവധി ചെടിച്ചട്ടികൾ നമ്മൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും അതായത് ഈ സൗന്ദര്യവൽക്കരണത്തിൻ്റെതായിട്ടുള്ള ഭാഗമായിട്ട് കൊണ്ട് തന്നെ നമ്മുടെ പ്രദേശത്ത് മുഴുവനും ഇത് വയ്ക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്നിതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നു ആ സമയത്ത് നമ്മൾ ഈ ചെടിച്ചട്ടി അടക്കം കൊണ്ടുപോയി അവിടെ വെച്ചുകൊണ്ട് അതിനേക്കാൾ ഉപരി നമ്മളത് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടകളെ സംബന്ധിച്ച് വരുമ്പോഴത്തേക്കും കടകളുടെ വാതിക്കൽ ഈ ചെടിച്ചട്ടികൾ വയ്ക്കുമ്പോഴത്തേക്കും അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ പരിപാലിച്ചു പോകുവാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ മനസ്സിൽ കണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ചേർത്തല മാലിന്യമുക്തമാക്കുന്നതിനും അതോടൊപ്പം തന്നെ സൗന്ദര്യവൽക്കരണത്തിനും മുന്നോട്ട് കൊണ്ടുപോകാനും. സൗന്ദര്യവൽക്കരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ടൈൽ വിരിച്ച റോഡരികിൽ പൂച്ചട്ടികൾ നിരത്തി പൂന്തോട്ടം ഒരുക്കാനും പദ്ധതിയുണ്ട്. ചേർത്തല സെന്റ് മേരീസ് പാലത്തിന്റെ പുനർനിർമ്മാണം അനിശ്ചിതത്വത്തിൽ. ഈ ഭാഗം ഇപ്പോൾ കാട് കയറി തുടങ്ങി. ചേർത്തല സെന്റ് മേരീസ് പാലം പുതുക്കി പണിയുന്നതിനായി പൊളിച്ചിട്ടിട്ട് വർഷങ്ങളാകുന്നു. എന്തൊക്കെയോ സാങ്കേതിക വിഷയം ഉയർത്തി തടി തപ്പുകയാണ് അധികൃതർ. പ്രദേശം ഇപ്പോൾ കാട് കയറി തുടങ്ങിയിരിക്കുകയാണ്. സെന്റ് മേരീസ് സ്കൂൾ, താലൂക്ക് ആശുപത്രി, സിവിൽ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകുന്നവരുടെ ഏക ആശ്രയമായിരുന്നു ഈ പാലം. പാലം പണി എന്ന് പൂർത്തിയാകുമെന്നതിന് വ്യക്തമായ ഉത്തരമില്ല എന്നതാണ് വാസ്തവം.
കേരളത്തിലെ നാളികേര കർഷകരെ സഹായിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് മുൻമന്ത്രി PJ ജോസഫ്. അല്ലാത്തപക്ഷം കേരള കോൺഗ്രസിന്റെയും കർഷക യൂണിയന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി സമരങ്ങൾ തുടങ്ങുമെന്നും പാർട്ടി ചെയർമാൻ PT ജോസഫ് പറഞ്ഞു. വൈക്കം ഇ. ജോൺ ജേക്കബ് നഗറിൽ നടന്ന കേര കർഷക സൗഹൃദ സംഗമ സംസ്ഥാനതല സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളികേരത്തിന് കിലോയ്ക്ക് 42 രൂപയെങ്കിലും ലഭ്യമാക്കണം. കൂടുതൽ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിച്ച് നാളികേരം സംഭരിക്കണം. കേര കൃഷി വ്യാപനത്തിന് പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കി രോഗബാധകൾ തടയാൻ ഫലപ്രദമായ മാർഗങ്ങൾ കൃഷിഭവൻ തലത്തിൽ നടപ്പാക്കണമെന്നും PJ ജോസഫ് പറഞ്ഞു. കർഷക സംഗമങ്ങൾ വളരെ വിജയകരമായി നടത്തിയത് നാളികേര കർഷകരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് നൽകുന്ന ഒന്നാണ്. കേരളത്തിലെ നാളികേര കർഷകരെ രക്ഷിക്കുവാനുള്ള ഈ ഉണ്ണിയാടിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഉദ്യമത്തിന് എല്ലാവിധമായ ഭാവങ്ങളും നേരിടും. കേര കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതുവരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. കടബാധ്യത, വന്യജീവി ആക്രമണങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ മൂലം മരണപ്പെട്ട കർഷകരെ അനുസ്മരിച്ച് കർഷക രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് സമ്മേളനം ആരംഭിച്ചത്. സംസ്ഥാനത്തെ 72 നിയോജക മണ്ഡലങ്ങളിലെ 100 കേന്ദ്രങ്ങളിലായി നടത്തപ്പെട്ട കേര കർഷക സൗഹൃദ സംഗമങ്ങളുടെ ലഘുവിവരണവും ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു. മികച്ച നാളികേര കർഷകരെയും 14 ജില്ലകളിൽ മികച്ച രീതിയിൽ കേര സംഗമങ്ങൾ സംഘടിപ്പിച്ചവരെയും സമ്മേളനത്തിൽ ആദരിച്ചു. 14 ജില്ലകളിൽ നിന്നായി 1000-ഓളം കേര കർഷകർ പങ്കെടുത്തു. കേരള കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ PC തോമസ്, എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA, സെക്രട്ടറി ജനറൽ ജോയി എബ്രഹാം, ഉന്നത അധികാര സമിതി അംഗം അപ്പു ജോൺ ജോസഫ്, ജനറൽ കൺവീനർ പോൾസൺ ജോസഫ്, കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ, കേര സംഗമം വനിതാ കോർഡിനേറ്ററും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ മിനി മോഹൻദാസ്, കോട്ടയം ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോസഫ്, കേരള കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് ജെയിംസ് തുടങ്ങിയവരും പങ്കെടുത്തു. ചേർത്തല SNM ബോയ്സ് HSSലെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം നിർവഹിച്ചു. മാന്യനായിട്ടുള്ള വൈസ് ചെയർമാൻ, സ്കൂൾ പ്രിൻസിപ്പൾ, സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്, കൗൺസിലേഴ്സ്, ഏറ്റവും പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എല്ലാ സ്കൂളുകളിലും ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ബോയ്സ് സ്കൂളിലും 3 ബിൽഡിങ്ങിനാണ് നമ്മുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള വർക്കുകൾ ഇവിടെ നടന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇത് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മുടെ ഹൃദയഭാഗത്ത് തന്നെ ഉള്ളതായിട്ടുള്ള നമ്മുടെ ബോയ്സ് സ്കൂളും കാഴ്ചയിലും കെട്ടിലും മട്ടിലും നമ്മൾ വിചാരിച്ച രീതിയിലുള്ളതായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോകുവാനായിട്ട് നഗരസഭയ്ക്കും അതുപോലെ തന്നെ സ്കൂൾ അധികൃതർക്കും സാധിക്കാതെ വന്നതിലുള്ളതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് നമ്മൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ ഏകദേശം മാറിക്കൊണ്ട് നമ്മുടെ ഹയർ സെക്കൻഡറി ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂളായാലും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടങ്ങളും ക്ലാസ് റൂമുകളും നവീകരിച്ചത്. ഏകദേശം 20 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ചടങ്ങിൽ വൈസ് ചെയർമാൻ TS അജയ്കുമാർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ തുടങ്ങിയവരും പങ്കെടുത്തു. കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പിന്റെ നേതൃത്വത്തിൽ തണ്ണീർമുക്കത്ത് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വയോജനങ്ങൾക്കായാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പ്, തണ്ണീർമുക്കം പഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ തണ്ണീർമുക്കം പണ്ഡിറ്റ് KP കറുപ്പൻ സ്മാരക ഹാളിലാണ് ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് G ശശികല ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് ഇവിടെ വയോജന മെഡിക്കൽ ക്യാമ്പാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വാർഡിലെ പ്രിയപ്പെട്ട വയോജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ എത്തിച്ചേരാൻ കാരണം കുറച്ച് അറിയിപ്പിൻ്റെ ഒരു പ്രശ്നം മൂലമാണ്. അത് കുറച്ച് സമയം കഴിയുമ്പോൾ എല്ലാവരും തന്നെ എത്തിച്ചേരുന്നതാണ്. കൂടുതലായിട്ടൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അധ്യക്ഷൻ വിശദമായിട്ട് തന്നെ സംസാരിച്ചു കഴിഞ്ഞു. ഇനി ക്ലാസ് നയിക്കാനായിട്ട് ഡോക്ടർമാരും എല്ലാവരും ഒക്കെ വിശദമായിട്ട് തന്നെ സംസാരിക്കുന്നതാണ്. വയോജന മെഡിക്കൽ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് ഷൈമോൾ കലേഷ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സീന സുർജിത്ത്, VS സുരേഷ് കുമാർ, കേരള സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ വൈസ് പ്രസിഡന്റ് EK വിജയമ്മ, വാർഡ് മെമ്പർമാരായ TT സാജു, VP ബിനു തുടങ്ങിയവരും പങ്കെടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ലെനിൻ സ്വാഗതവും തണ്ണീർമുക്കം ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജേഷ് കരിപ്പത്ത് നന്ദിയും പറഞ്ഞു. ഡോക്ടർ ഉഷാദേവി, K BHMS, ഡോക്ടർ രാജേഷ് കരിപ്പത്ത് BSHMS MD,
എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. തുടർന്ന് വയോജന ആരോഗ്യ ഹോമിയോപ്പതിയിലൂടെ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും നടന്നു. ഡോക്ടർ അശ്വതി ധർ BHMS ക്ലാസിന് നേതൃത്വം നൽകി. ലക്ഷ്യം കാണാതെ സർക്കാർ പദ്ധതികൾ. വയലാറിന്റെ ഹൃദയഭാഗത്തുകൂടെ കടന്നുപോകുന്ന റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞിട്ട് നാളുകളാകുന്നു. സർക്കാരിന്റെ 2 പദ്ധതികൾ ലക്ഷ്യം കാണാതെ മുടങ്ങിയതാണ് റോഡുകളുടെ ശോച്യാവസ്ഥയ്ക്ക് കാരണമായത്. ചേർത്തല നഗരത്തിൽ നിന്ന് ആരംഭിച്ച് ദേശീയപാത വയലാർ ജംഗ്ഷനിൽ അവസാനിക്കുന്ന റോഡാണ് വയലാറിലെ പ്രദേശവാസികളുടെ പ്രധാന യാത്രാമാർഗം. എട്ടുപുരയ്ക്കൽ വരെയുള്ള റോഡിന്റെ പുനർനിർമ്മാണത്തിന് 9 കോടിയുടെ പ്രാഥമിക അനുമതി ലഭിച്ചിരുന്നു. എന്നാൽ വികസനത്തിനായി സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നതോടെ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ മുടങ്ങി. നാഗംകുളങ്ങര ഇൻഫോ പാർക്ക് പാലത്തിനായി 100 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ച് നടപടികൾ തുടങ്ങിയതാണ്. സംസ്ഥാനതലത്തിൽ കിഫ്ബി പദ്ധതികൾ തന്നെ ചുരുക്കിയപ്പോൾ അതും വൃഥാവിലായി. അങ്ങനെ 2 പദ്ധതികളും മുടങ്ങി. ഇനി ഏക ആശ്രയം പുനർനിർമ്മാണം തന്നെ. അപ്പോഴും ദുരിതമനുഭവിക്കുന്നത് പൊതുജനങ്ങൾ തന്നെ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ മേഖലാ മാർച്ചും ധർണയും നടത്തുന്നു. ഇതിന്റെ ഭാഗമായി കടുത്തുരുത്തി മേഖലയിലും മാർച്ചും ധർണയും നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുക, ക്ഷാമബത്ത, ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക, വിലക്കയറ്റം തടയുക, വർഗീയതയെ ചെറുക്കുക തുടങ്ങിയ പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് കേരള NGO യൂണിയൻ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ മേഖലാ മാർച്ചും ധർണയും നടത്തുന്നു. ഇതിനു മുന്നോടിയായാണ് വൈക്കത്തും മാർച്ച് സംഘടിപ്പിച്ചത്. കടുത്തുരുത്തിയിൽ നടന്ന മേഖലാ മാർച്ചും ധർണയും കേരള NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം G. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു കുറവുമില്ലായിരുന്നു. ഗവൺമെന്റ് ശ്രദ്ധിച്ചത് ഇന്ത്യയിലെ ഗവൺമെന്റ് മരുന്ന് നിർമ്മാണ കമ്പനിക്ക് സഹായം ചെയ്തുകൊണ്ട് കൊള്ളയടിക്കാനാണ് ആ സന്ദർഭത്തെ വിനിയോഗിച്ചതെങ്കിൽ കോവിഡിന്റെ ഘട്ടം കേരളത്തിലെ ഗവൺമെന്റ് വിനിയോഗിച്ചത് കേരളത്തിന്റെ 3.5 കോടി ജനങ്ങളെ പട്ടിണിയില്ലാതിരിക്കാനും അവിടെ ആരോഗ്യം തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള ആശങ്കയകറ്റാനുമാണ്. അവിടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ മേഖലയിൽ പണിയെടുക്കുന്ന ജീവനക്കാർ, അത് പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും അധ്യാപകരാണെങ്കിലും അതിനു വേണ്ടിയിട്ട് നിന്നു. 24-48 മണിക്കൂർ PPE കിറ്റ് അഴിക്കാതെ സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിന്നതിന്റെ ബാക്കി പത്രമാണ് കേരളം ഈ ലോകത്തിന് അഭിമാനമായത്. അതിന് കേരളം എന്നുള്ളതാണ് ഈ കേരളത്തിന്റെ ചരിത്രം നൽകുന്നത്. മഹാപ്രളയം ഉണ്ടാകുമ്പോ 1 മാസത്തെ ശമ്പളം, വേതനം ഈ നാടിന് വേണ്ടി സമർപ്പിച്ച മഹാബഹുഭൂരിപക്ഷം ജീവനക്കാർ അണിനിരന്ന നാടാണ് ഈ കൊച്ചു കേരളം. ഇന്നിപ്പോ വയനാടിന്റെ 5 ദിവസത്തിന് വേണ്ടിയിട്ട് ജീവനക്കാർ ഒന്നിക്കുകയാണ്. അവിടെയും ആ കോവിഡ് കാലത്തും ആ പ്രളയകാലത്തും ആ ഉത്തരവ് കത്തിച്ചതുപോലെയുള്ള ശുദ്ധജീവികൾ ഇപ്പോഴും ഈ നാടിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ പെൻഷൻ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. ക്ഷാമാശ്വാസം 6 ഗഡു അനുവദിക്കുക, ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ വിതരണം ചെയ്യുക, ജീവാനന്ദ പദ്ധതി ഉപേക്ഷിക്കുക, മെഡിസെപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക, ഫെസ്റ്റിവൽ അലവൻസ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. KSSPA ജില്ലാ പ്രസിഡന്റ് B. ഹരിഹരൻ നായർ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ നെടുമുടി ഹരികുമാർ, KSSPA സംസ്ഥാന സെക്രട്ടറി R. കുമാരദാസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CV ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു. ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഞാനിത് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനം പ്രബുദ്ധ കേരളമാണ്, സാക്ഷര കേരളമാണ്, ആരോഗ്യ മേഖലയിലെ നമ്പർ 1 ആണ്. പല സാമൂഹ്യ രംഗത്തെ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനം നമ്മുടെ രാജ്യത്തിന് മാതൃകയാണ്. എന്നാൽ ഗൗരവതരമായി നമ്മുടെ ഈ സാമൂഹ്യ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കപ്പെടുമ്പോൾ ഇതുപോലെ ഒരു വൃത്തികെട്ട ഭരണകൂടം നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടായിട്ടില്ല എന്ന് കാണുകയാണ്. സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ ശ്രീ ഉമ്മൻചാണ്ടി വരെയുള്ള ഭരണകൂടങ്ങൾക്ക് ഏതെല്ലാം തരത്തിലുള്ള സമരങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുമെങ്കിലും ആ സമരങ്ങളോടും
സാമൂഹ്യ ജീവിതത്തിന് നേതൃത്വം കൊടുക്കുന്ന സമൂഹത്തോടും ജനതയോടും പ്രതിബദ്ധതയുള്ള ഭരണകൂടങ്ങളായിരുന്നു. ഏറ്റക്കുറച്ചിലുണ്ടാകാം, കുറവ് സംഭവിച്ചിരിക്കാം, കൂടിയത് സംഭവിച്ചിരിക്കാം, അല്ലെങ്കിൽ മറ്റു പലതിനും മാതൃകയാകാം. പക്ഷെ ഇതുപോലെ പകൽ കൊള്ളയ്ക്കും കൊള്ളുവെപ്പിനും വൃത്തികെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും മാതൃകയായ ഒരു ഭരണകൂടം കേരളത്തിലുണ്ടായിട്ടില്ല. വൈക്കത്ത് വഴിയോര കച്ചവടത്തിലൂടെ ഉപജീവനം നടത്തി വന്ന യുവാവ് മരണത്തിന് കീഴടങ്ങി. വൈക്കം പുളിക്കത്തറ വീട്ടിൽ കാരായിൽ സ്മിത്ത് ലാലാണ് മരിച്ചത്. അനധികൃത വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചതിനൊപ്പം തന്റെ കട ഇല്ലാതെയായതോടെ മാനസിക ബുദ്ധിമുട്ടിലായിരുന്നു സ്മിത്ത് ലാൽ. തുടർച്ചയായി ഡയാലിസിസ് ചെയ്യുന്ന സ്മിത്ത് ലാൽ കഴിഞ്ഞ ദിവസം ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത്. വൈക്കം നഗരസഭ അനധികൃത വഴിയോര കച്ചവടം ഒഴിപ്പിക്കലിന്റെ ഭാഗമായി നിരവധി പാവങ്ങളുടെ നിത്യവൃത്തിക്കുള്ള വഴിയാണ് അടഞ്ഞത്. ഇത്തരം ആളുകൾക്കായി നഗരസഭ ആവശ്യമായ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. സ്മിത്ത് ലാലിന്റെ സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ചേർത്തല ശാസ്താങ്കൽ വിവേകാനന്ദ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യമായി നോട്ട് ബുക്കുകൾ വിതരണം ചെയ്തു. താലൂക്ക് ഭഗനി പ്രമുഖ ആശാ ശ്യാംകുമാറിന്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ തണ്ണീർമുക്കം പഞ്ചായത്ത് 5-ാം വാർഡ് മെമ്പർ ഷാജി മോൻ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം ആലപ്പുഴ ജില്ലാ വിദ്യാർത്ഥി പ്രമുഖ് മുരുകേഷ് ജി നോട്ട്ബുക്ക് വിതരണം ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം വാരനാട് മണ്ഡലം ഭഗനി പ്രമുഖ വീണ ശശികുമാർ സ്വാഗതം പറഞ്ഞു. താലൂക്ക് ഭഗനി പ്രമുഖ ആശാ ശ്യാംകുമാർ, താലൂക്ക് ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് MV ബിജു, അശ്വിനി തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ ഈ ഗോകുലത്തിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തരത്തിലുള്ള ഗുണങ്ങൾ മാത്രമല്ല കിട്ടുന്നത്. ബാലഗോകുലം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ശ്രീകൃഷ്ണനാണ് നമ്മുടെ ആര്. ശ്രീകൃഷ്ണൻ കൂട്ടുകാരായിട്ടുള്ള ഏക ആൾക്കാരാരാ? നമ്മളാണ് അല്ലേ? നമ്മുടെ കൂട്ടുകാരാ ശ്രീകൃഷ്ണനാണ്. ഭഗവാൻ കൃഷ്ണനാണ് നമ്മുടെ കൂട്ടുകാരൻ. അപ്പൊ കൃഷ്ണൻ എങ്ങനെയായിരുന്നു കൃഷ്ണന്റെ ജീവിതം മുഴുവനും കൊണ്ടുപോയത് എന്ന് നമുക്ക് പഠിക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമാണെന്ന് പറയാം. കൃഷ്ണന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് കൃഷ്ണന് മുഖത്ത് എപ്പോഴും എന്താ ഉണ്ടാവുന്നത്? പുഞ്ചിരി ഉണ്ടാവും അല്ലേ? പുഞ്ചിരി എന്ന് പറയാൻ ഭയങ്കര പാടാണ്. നമ്മളിപ്പം നമുക്ക് ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ പെട്ടെന്ന് തിരിച്ച് ദേഷ്യപ്പെടാൻ എളുപ്പമാണെന്നാണ് ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത്. ഇനി ചരമ വാർത്ത. ചേർത്തല നഗരസഭ 3-ാം വാർഡ് മാളിയേക്കൽ പരേതനായ വർക്കിയുടെ ഭാര്യ ത്രേസ്യാമ്മ നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3-ന് മുട്ടം സെന്റ് മേരീസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ. അറിയിപ്പ്. ചേർത്തല നഗരസഭ 1-ാം വാർഡ് ചെങ്ങണ്ട ഞാറത്തറ വീട്ടിൽ N സനിലിന്റെ 19,000 രൂപ നഷ്ടപ്പെട്ടതായി പരാതി. ചേർത്തല ഗാന്ധി റെസ്റ്റോറന്റ് സമീപമാണ് നഷ്ടമായത്. ലഭിക്കുന്നവർ KMCN ഓഫീസിൽ ഏൽപ്പിക്കുക. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഉപേക്ഷിക്കുവാനുള്ള സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് വള്ളംകളി സംരക്ഷണ സമിതി. നെഹ്റു ട്രോഫി ജലമേളയുടെ തീയതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വള്ളങ്ങൾക്കുള്ള ബോണസ് തുകയുടെ 50% അടിയന്തരമായി അനുവദിക്കണമെന്നും സമിതി ഭാരവാഹികൾ. മുതിർന്ന കോൺഗ്രസ് നേതാവ് മേഴ്സി രവി ഓർമ്മയായിട്ട് 15 വർഷം പിന്നിടുന്നു. വ്യാഴാഴ്ച വയലാർ ദേവകി കൃഷ്ണൻ ഭവനിൽ അനുസ്മരണ സമ്മേളനം നടക്കും. ചേർത്തലയിൽ തെരുവ് നായ ശല്യം രൂക്ഷമാകുന്നു. നായ റോഡിന് കുറുകെ ചാടി അപകടമുണ്ടാവുന്നത് നിത്യസംഭവം. പെൻഷൻ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യം. KSSPAയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.